നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന ഒരു ക്യാമറയില്ലേ, അത് വെറും ഒരു കണ്ണാണെന്ന് കരുതരുത്. ശരിക്കും പറഞ്ഞാൽ അതിനെ പിന്നിലൊരു തലച്ചോറുണ്ട്, ഓർമ്മയുണ്ട്, പിന്നെ ഒരു പൂർണ്ണമായ നാഡീവ്യൂഹം തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ CCTV സിസ്റ്റത്തിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു എയർപോർട്ടില് 100 കണക്കിന് ക്യാമറകളുണ്ടാവും. ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? ആരാണിതൊക്കെ നോക്കിയിരിക്കുന്നത്? ആ ഒരു ചോദ്യത്തിനാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? എന്തിനാണ് നമ്മൾ CCTV ഉപയോഗിക്കുന്നത്? എന്താണ് അതിന്റെ ശരിക്കുള്ള പവർ? അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം. അതിന്റെ പേരിൽ തന്നെ ഒരു ക്ലൂ ഉണ്ട് കേട്ടോ. ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. അതായത് ഇത് നമ്മുടെ വീട്ടിലിരിക്കുന്ന TV പോലെയല്ല. വീട്ടിലെ TV എവിടെ നിന്നൊക്കെയോ സിഗ്നൽ പിടിച്ചെടുക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു ക്യാമറയും ഒരു മോണിറ്ററും തമ്മിലുള്ളൊരു പ്രൈവറ്റ് കണക്ഷനാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിരീക്ഷണം. അത്രമാത്രം. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു വാക്കുണ്ട്: സുരക്ഷാസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതാണ് CCTVയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഒന്നോർത്തു നോക്കൂ, ഒരു സെക്യൂരിറ്റി ഗാർഡിന് ഒരേ സമയം എത്ര സ്ഥലത്ത് നിൽക്കാൻ പറ്റും? പറ്റില്ലല്ലോ. പക്ഷേ ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ആൾക്ക് 10 പേരുടെ പണി ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ റിയൽ പവർ. അപ്പോ എങ്ങനെയാണ് നല്ലൊരു CCTV സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത്? വെറുതെ കടയിൽ പോയി കുറെ ക്യാമറ വാങ്ങി വെച്ചാൽ മതിയോ? പോരാ, ഒരിക്കലുമില്ല. ശരിക്കുള്ള തുടക്കം അതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. തുടങ്ങേണ്ടത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ടാണ്. നിങ്ങൾ എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷനാണ് വേണ്ടത്? ഒരു ഉദാഹരണത്തിന്, ഒരു 50 അടി ദൂരെ നിന്ന് വരുന്ന വണ്ടിയുടെ ലൈസൻസ് പ്ലേറ്റ് കിട്ടണോ? അതൊരു കോറിഡോറിലൂടെ ആരെങ്കിലും നടന്നു പോകുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? ആ എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത്. ആ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ 3 സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തേത് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിലയിരുത്തുക. രണ്ടാമത് സൈറ്റ് സർവേ, അതായത് ആ സ്ഥലത്ത് എങ്ങനെയുണ്ട് വെളിച്ചം, കരണ്ടുണ്ടോ, ക്യാമറ വയ്ക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നൊക്കെ നോക്കണം. അവസാനം നമ്മളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. ഓരോ ക്യാമറയും എവിടെ വരും, അത് എങ്ങോട്ട് നോക്കണമെന്നൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യും. കണ്ടില്ലേ, സാധനങ്ങൾ വാങ്ങുന്നതിനും എത്രയോ മുൻപാണ് പ്ലാനിംഗ് വരുന്നത്. പ്ലാനൊക്കെ റെഡിയായി. ഇനി സിസ്റ്റത്തിന്റെ കണ്ണുകൾ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. യെസ്, ക്യാമറകൾ തന്നെ. ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര ക്രിട്ടിക്കലാണ്. ഓക്കെ, ഇതിൽ ഫിക്സ്ഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റിന്റെ മുന്നിൽ അനങ്ങാതെ നിൽക്കുന്നൊരു സെക്യൂരിറ്റിയെ പോലെയാണ്. ഒരേ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും നോട്ടം. എന്നാൽ ഈ PTZ, അതായത് പാൻ ടിൽറ്റ് സൂം ക്യാമറയില്ലേ, അത് ഒരു പട്രോളിംഗ് ഓഫീസറെ പോലെയാണ്. അതിന് ചുറ്റുമൊന്ന് നോക്കാം, വേണമെങ്കിൽ തലയൊന്ന് തിരിച്ചുവെക്കാം, ആൾക്കൂട്ടത്തിൽ ഒരാളെ ഫോളോ ചെയ്യാം, ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സൂം ചെയ്തു നോക്കാം. അപ്പോൾ രണ്ടെണ്ണത്തിനും 2 തരം ഉപയോഗങ്ങളാണ്. പക്ഷേ നിങ്ങൾക്ക് കട്ട ഇരുട്ടത്ത് കാണണം, അല്ലെങ്കിൽ നല്ല പുകയുള്ള ഒരിടത്ത്. അപ്പൊ എന്തെയ്യും? സാധാരണ ക്യാമറയെക്കൊണ്ട് പറ്റില്ല. അപ്പോഴാണ് നമ്മൾ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇത് കണ്ടോ, ഇതൊരു സാധാരണ ക്യാമറയെയല്ല. ഇതിനെയാണ് തെർമൽ ഇമേജർ എന്ന് പറയുന്നത്. ഇത് വെളിച്ചത്തെയല്ല കാണുന്നത്, ചൂടിനെയാണ്. മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ചൂട്. ചില സിറ്റുവേഷനിൽ ഇതൊരു ഗെയിം ചേഞ്ചറാണ്. ഫയർഫോഴ്സുകാർക്ക് പുകയുടെ ഉള്ളിലൂടെ കാണാൻ ഇത് സഹായിക്കും. ഒരു സെക്യൂരിറ്റി ഓഫീസർക്ക് രാത്രിയിൽ കുറ്റിക്കാട്ടിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. സാധാരണ കണ്ടുകൊണ്ടോ ക്യാമറ കൊണ്ടോ ഇത് നടക്കില്ല. ഓക്കേ, അപ്പൊ നമുക്ക് കണ്ണുകളായി. ഇനി ഈ സിസ്റ്റത്തിന്റെ തലച്ചോറിനെയും മെമ്മറിയെയും പറ്റി സംസാരിക്കാം. ഈ ക്യാമറ കാണുന്ന ദൃശ്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും വലിയ ഡേറ്റ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഈ നമ്പർ ഒന്ന് നോക്കിക്കേ, 216 GB. എന്തായിരിക്കും ഇത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ നമ്പറാണെന്ന് തോന്നുന്നില്ലേ? കംപ്രസ് ചെയ്യാത്ത ഒരു വീഡിയോ ഒരൊറ്റ ക്യാമറയിൽ നിന്ന് വെറും 2 മണിക്കൂർ എടുത്താൽ വരുന്ന ഡേറ്റയുടെ സൈസാണിത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, 24 മണിക്കൂറും ഓണായിരിക്കുന്ന 100 ക്യാമറകളുള്ള ഒരു സിസ്റ്റത്തിന്റെ കാര്യം. ഡേറ്റയുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാകും. അതാണ് ഏതൊരു മോഡേൺ സർവേലൻസ് സിസ്റ്റമും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് കംപ്രഷൻ. നമ്മളൊരു ഫയൽ ഇമെയിൽ അയക്കാൻ വേണ്ടി സിപ്പ് ചെയ്യില്ലേ, അതുപോലെ തന്നെ. സ്ഥലം ലാഭിക്കാൻ വേണ്ടി വീഡിയോ ഫയലിനെ ചെറുതാക്കുന്നു. H.264 പോലെയുള്ള ടെക്നോളജികൾ ക്വാളിറ്റിയിൽ വലിയ നഷ്ടം വരാതെ തന്നെ ഫയൽ സൈസ് നന്നായിട്ട് കുറയ്ക്കും. ഈ കംപ്രഷനും റെക്കോർഡിംഗും ഒന്നിച്ച് ചെയ്യുന്ന ആളാണ് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ, അഥവാ DVR. അപ്പോ നമുക്ക് സിസ്റ്റത്തിന് കണ്ണുകളായി, തലച്ചോറായി. ഇനി ഇവ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു നാഡീവ്യൂഹത്തെപ്പറ്റി നോക്കാം.
പണ്ടൊക്കെ ഇത് വളരെ സിമ്പിളായിരുന്നു, പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓരോ ക്യാമറയിൽ നിന്നും ഓരോ വയറ്, ഈ കാണുന്ന കോആക്സിയൽ കേബിൾ പോലെ, നേരെ മോണിറ്ററിലേക്കോ റെക്കോർഡറിലേക്കോ വലിക്കണമായിരുന്നു. അതായിരുന്നു ശരിക്കുള്ള ക്ലോസ്ഡ് സർക്യൂട്ട്. പക്ഷേ ഇത് ഭയങ്കര ചെലവുള്ള പണിയായിരുന്നു, അത്ര ഫ്ലെക്സിബിളുമായിരുന്നില്ല. പക്ഷേ ഇന്ന് കഥ മൊത്തം മാറി. ഇന്നത്തെ മോഡേൺ സിസ്റ്റംസ് ഒക്കെ IP നെറ്റ്വർക്കുകളിലാണ് വർക്ക് ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പോലെയോ ഇന്റർനെറ്റ് പോലെയോ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോകത്തെവിടെയിരുന്നും നിങ്ങളുടെ വീട്ടിലെ ക്യാമറ കാണാൻ പറ്റും. ഒരു പുതിയ ക്യാമറ വെക്കണമെങ്കിൽ പുതിയൊരു കേബിൾ വലിക്കേണ്ട, ആ നെറ്റ്വർക്കിലേക്കൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു CCTV സിസ്റ്റം എന്ന് പറയുന്നത് കടയിൽ പോയി വാങ്ങുന്ന കുറെ ക്യാമറകളുടെ ഒരു കൂട്ടമല്ല. അത് കൃത്യമായ പ്ലാനിംഗ്, ശരിയായ ക്യാമറ, ലെൻസ്, റെക്കോർഡർ, നെറ്റ്വർക്ക് ഇതെല്ലാം ഒരുമിച്ച് ഒരു താളത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സംയോജിത സംവിധാനമാണ്. ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ ക്യാമറകളൊക്കെ കുറച്ചുകൂടി സ്മാർട്ടാകുമ്പോൾ, സ്വയം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ നിരീക്ഷണത്തിന്റെ ലോകം എങ്ങനെയാവും മാറാ? അത് നമുക്ക് കൂടുതൽ സുരക്ഷ തരുമോ, അതോ പുതിയ വെല്ലുവിളികളാണോ ഉണ്ടാക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.